മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജുവിന്റെ നിയമനം വിവാദത്തിൽ. വ്യാജരേഖ ചമച്ചും അധികാര ദുർവിനിയോഗം നടത്തിയുമാണ് നിയമനം നേടിയത് എന്നാണ് ആക്ഷേപം. ഒരേ സമയം കോഴിക്കോട് ഓഫീസിലും കൊച്ചിൻ സർവകലാശാലയിൽ പഠനവും നടത്തി വ്യാജരേഖ സമർപ്പിച്ച് സർക്കാരിനെ കബളിപ്പിച്ചു എന്നാണ് ദേവസ്വം കമ്മീഷണറായി ചുമതലയേറ്റു എന്നുള്ള കാര്യത്തിലാണ് പ്രധാന ആക്ഷേപം ഉയർന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ആണ് ചേരുന്നത്. രമ്യ, ഈ നിയമനം സംബന്ധിച്ച് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം എന്താണ്? അദ്ദേഹം ഒരേ സമയം ജോലിയും ചെയ്തു, പഠനവും നടത്തി എന്നുള്ള രീതിയിൽ വ്യാജരേഖ ചമച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഗി, തീർച്ചയായും ഈ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കുന്ന ടി.സി. ബിജുവിന്റെ നിയമനത്തിലാണ് ഇത്തരത്തിലൊരു വിവാദം നിലനിൽക്കുന്നത്. അതായത് ഇദ്ദേഹം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇത്തരത്തിലൊരു ബോർഡ് കമ്മീഷണറായിട്ട് ചുമതലയേൽക്കുന്നത്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അതിനു മുൻപ് ഇദ്ദേഹം ഓഡിറ്റ് ഇൻസ്പെക്ടറായിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ, അതായത് കോഴിക്കോടുള്ള ഓഫീസിൽ ജോലിയെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ സമയത്താണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു നിയമനം നേടിയത്. അതായത് വ്യാജരേഖ ചമച്ചും അതുപോലെ തന്നെ അധികാരം ദുർവിനിയോഗം നടത്തിയുമാണ് ഇത്തരത്തിൽ കമ്മീഷണറായിട്ട് ജോലിയിൽ കയറിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ആരോപണം. അതായത് ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ കോഴിക്കോട് ഓഫീസിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നതിന് ഇദ്ദേഹം ഒരു LLB ബിരുദം നേടിയിരുന്നു. ഇത് കൊച്ചിയിലെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു ഇദ്ദേഹത്തും ഇത്തരത്തിലൊരു LLB ബിരുദം നേടുന്നത്. ഈ ബിരുദം നേടിയതാണ്, അധികാര ദുർവിനിയോഗം നടത്തിയാണ് ഇത്തരത്തിൽ ബിരുദം നേടിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇദ്ദേഹം കമ്മീഷണറായി ജോലി എടുക്കുന്നതിന് മുന്നേ ഇത്തരത്തിൽ ഈ ഓഡിറ്റ് ഇൻസ്പെക്ടറായി ജോലി എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഈ ഓഡിറ്റ് ഇൻസ്പെക്ടറായി ജോലി എടുക്കുമ്പോൾ ഇദ്ദേഹം 7 ക്ഷേത്രങ്ങളുടെ, കാടാമ്പുഴ അടക്കമുള്ള 7 ക്ഷേത്രങ്ങളുടെ ചുമതലയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഈ കോഴിക്കോട് ഓഫീസിലും അതുപോലെ തന്നെ കുസാറ്റിലും യൂണിവേഴ്സിറ്റിയിലും ഒരേ സമയം ഒരേ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഇവിടെ ജോലി എടുക്കുന്ന അതേ ദിവസം തന്നെ ഇദ്ദേഹം അവിടെ പഠനവും നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു തരത്തിലും ഈ അവിടെ 90% പ്രസന്റ് അദ്ദേഹം നേടിയിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു വിവാദത്തിന് കാരണമാകുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 7 ക്ഷേത്രങ്ങളുടെ ചുമതലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിനെ പറ്റിയെല്ലാം ഈ ദേവസ്വം ഓഫീസിലൊക്കെ, അതായത് രാവിലെ ദേവസ്വം ഓഫീസിൽ എത്തുകയും അതുപോലെ തന്നെ വൈകിട്ട്, അതായത് 200 കിലോമീറ്റർ ദൂരെയുണ്ട് കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക്. ഈ കൊച്ചിയിലെത്തി ഇദ്ദേഹം ഈ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് രേഖകളെല്ലാം പുറത്തു വരുന്നത്. ഈ 2013 മുതൽ 2016 വരെയായിരുന്നു 3 വർഷം ഇദ്ദേഹം LLB വിദ്യാർത്ഥിയായിരുന്നത്. ആ ഈ കാലയളവിൽ തന്നെ ഈ പഠനാവധി എടുത്തിട്ടില്ല. 90% ഹാജരോടെ ആയിരുന്നു ഇദ്ദേഹം ഈ കുസാറ്റിൽ നിയമബിരുദം നേടിയത്. നേരത്തെ പറഞ്ഞത് കോഴിക്കോട് നിന്നും 200 കിലോമീറ്റർ അകലെയാണ് ഈ കുസാറ്റ്. എല്ലാ ദിവസവും ഈ കുസാറ്റിൽ എത്തുന്നത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം. ഈ മലബാർ ദേവസ്വം ബോർഡ് ഹാജർ പട്ടികയിലും അതുപോലെ തന്നെ ടൂർ ഡയറിയിലുമെല്ലാം കൃത്രിമം നടത്തിയതായും ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ വർഷത്തിൽ തന്നെ, ഈ കാലയളവിൽ തന്നെ ഏതാനും ദിവസം മാത്രമാണ് ഇദ്ദേഹം ഈ ദേവസ്വം ബോർഡിൽ ഹാജരായിട്ടുണ്ടായിരുന്നത്. ശമ്പള ഇനത്തിൽ എന്നാൽ കൈപ്പറ്റിയ തുകയ്ക്കോ മറ്റുള്ളതോ അതിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കൃത്യമായി തന്നെ ശമ്പളവും അതുപോലെ അലവൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം നേടിയിരുന്നു. ഇത്തരത്തിൽ സർക്കാരിനെയും അതുപോലെ തന്നെ ബോർഡിനെയും കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നിയമനം നേടിയതെന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ബോർഡുകളെ പറ്റിയുള്ള അഴിമതികളും എല്ലാം പുറത്തു വരുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും കബളിപ്പിച്ചുകൊണ്ട് ഒരാൾ ജോലിയെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇദ്ദേഹം ജോലിയെടുത്ത കാലയളവിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇവിടെ ഒരു പഠനാവധി എടുക്കണമെങ്കിൽ, പഠനത്തിന് പോകണമെങ്കിൽ അത് അവധി എടുക്കണം. അത്തരത്തിൽ യാതൊരു കാര്യവും ചെയ്തിരുന്നില്ല. ഒരേ സമയം 2 ഇടങ്ങളിലും ഇദ്ദേഹം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിലെ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്. ഇത്തരത്തിൽ കാര്യങ്ങളാണ് നമുക്കറിയാം ഈ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് വർഷങ്ങളായി തന്നെ ഈ ശമ്പളം കിട്ടാത്ത ദുരിതങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരാൾ ഒരു അധികാര ദുർവിനിയോഗം നടത്തിയും അതുപോലെ വ്യാജരേഖകൾ ചമച്ചും നിയമിക്കപ്പെട്ട ഒരു വിഷയം പുറത്തു വരുന്നത്. രാഗി. രമ്യ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജുവിന്റെ നിയമനത്തെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചും അധികാര ദുർവിനിയോഗം നടത്തിയും നിയമനം നേടിയെന്നതാണ് പ്രധാന ആക്ഷേപം. ഒരേ സമയം കോഴിക്കോട് ഓഫീസിലും കൊച്ചിൻ സർവകലാശാലയിൽ പഠനം നടത്തി എന്നും വ്യാജരേഖ സമർപ്പിച്ച് സർക്കാരിനെ കബളിപ്പിച്ചു എന്ന ആക്ഷേപമാണ് ദേവസ്വം കമ്മീഷണർക്കെതിരെ ഉയരുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ്.